അബോർഷൻ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ റിക്കറന്റ് അബോർഷൻ സംഭവിക്കുന്ന സമയത്ത് പൊതുവേ സ്ത്രീകൾ മെന്റലി ഡൗൺ ആയിട്ട് ഡിപ്രഷനിലൊക്കെ ഉണ്ടാവുക. അവിടെ പോയിട്ട് കുറേ സൊസൈറ്റിയിലുള്ള ആൾക്കാർ, അമ്മായിമാർ, അമ്മമാർ ഇവരൊക്കെ പറയും, ഇവള് കുറേ സ്റ്റെപ്പ് കയറിയിട്ടാണ്, അല്ലെങ്കിൽ ഇവള് യാത്ര ചെയ്തിട്ടാണ്, പ്രോപ്പർ റെസ്റ്റ് ഒന്നും എടുക്കാഞ്ഞിട്ടാണ് അവൾ അബോർഷൻ ആയെന്നാ പറയാം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഫീമെയിൽ പാർട്ട്ണർ, അതായത് വൈഫിനെ പോലെ തന്നെ റെസ്പോൺസിബിലിറ്റി അബോർഷനിലുള്ളത് ഹസ്ബൻഡിനും ഇതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് ഹസ്ബൻഡിൻ്റെ ബീജത്തിന് എന്തെങ്കിലും മോട്ടിലിറ്റി കുറവുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റി, അതായത് ജനിതകമായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ അബോർഷൻ സംഭവിക്കാം. റിക്കറൻ്റ് ആയിട്ട് അബോർഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വൈഫിനുള്ളത് പോലെ തന്നെ ഹസ്ബൻഡിനും ഉണ്ട് എന്നുള്ളതാണ് ഈ അമ്മായിമാരും അമ്മമാരും ഒക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി അബോർഷൻ സംഭവിച്ചിട്ടുള്ള സ്ത്രീകളെ മാത്രം ബ്ലെയിം ചെയ്യാതെ പുരുഷന്മാർക്കും അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ നിങ്ങൾ കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ അവളെ അല്ലെങ്കിൽ ആ സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തി ബേജാറാക്കാതെ ഹസ്ബൻഡിനെയും കൂടെ കുറ്റപ്പെടുത്തുക.